ഖുർആൻ ആയത്ത് പള്ളികളുടെയും വീടുകളുടെ ചുവരുകളിലും എഴുതി വയ്ക്കാമോ? പല സ്ഥലത്തും അങ്ങനെ കാണുന്നുണ്ട്. ഇത് ശരിയായ കാര്യമാണോ? ചോദിച്ചിരിക്കുന്നത് താജുദ്ദീനാണ്, കോഴിക്കോട് നിന്നും. പരിശുദ്ധ ഖുർആൻ വളരെയേറെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ നജസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും എഴുതാൻ പാടില്ല. അവിടെ എഴുതൽ ഹറാമാണ്. കാരണം പട്ടിയോ പൂച്ചയോ മറ്റ് ജീവജാലങ്ങളോ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ഒക്കെ ചെയ്യുമോ എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഹറാമാണ്, അവിടെ തീർച്ചയായിട്ടും എഴുതാൻ പാടില്ല. പിന്നെ നമ്മൾ പള്ളികളുടെ ചുവരാണെങ്കിലും വീടിൻ്റെ ചുവരാണ്. ചില ആളുകൾക്ക് പള്ളിയൊക്കെ വെക്കുമ്പോൾ ഒരു സന്തോഷം, അർറഹ്മാൻ മുഴുവനും ആ ചുവരിലും എഴുതിയേ പോയ സൂറത്തുൽ ഫാത്തിഹ മുഴുവനും ഈ ചുവരിൽ എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതലാണ്. അപ്പോൾ ഖുർആൻ ആയത്തുകൾ പള്ളികളുടെ ചുവരുകളിൽ എഴുതി വെക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ചെയ്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം ചുവരിലൊക്കെ നാളെ ഒരു സമയത്ത് എന്താ സംഭവിക്കാമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ജീവികളൊക്കെ എഴഞ്ഞു പോവും. പള്ളിയല്ലേ, നമുക്കെന്നും ഇപ്പോൾ എത്രയോ പള്ളികൾ അടഞ്ഞു കിടക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വരുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ലല്ലോ. അതാണ്. അപ്പോൾ ഇതുപോലെ ഇനി മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അവസ്ഥകൾ വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പരമാവധി അത് ഒഴിവാക്കലാണ് നല്ലത്. വീട്ടിൽ തീർച്ചയായിട്ടും എഴുതാൻ പാടില്ല. വീട്ടിൻ്റെ ചുവരിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചുവരിലൊക്കെ നമ്മൾ ഈ പിന്നെന്താണ് പെയിൻറ്റ് കൊണ്ട് ആയത്തുൽ കുർസി ഒന്നും ചുവരിൽ എഴുതി വെക്കാൻ പാടില്ല. കാരണം നാളെ ആ ചുവർ നമ്മൾ ഇടിക്കുന്നു, അതിൻ്റെ മുകളിൽ പിന്നെ എന്താണ് നജസ്സുകൾ സംഭവിക്കുന്നു, അതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഖുർആൻ എപ്പോഴും സുരക്ഷിതമായ ഒരു ചക്രത്തിലൂടെ എങ്ങനെ കറങ്ങുക എന്നത് മാത്രം നമ്മൾ കരുതുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിസ്കാരത്തിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ ചിലർ മുഖം തടവുന്നതായി കാണാം. അതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് സൈഫുദ്ദീൻ ഹാജിയാണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന്. നിസ്കാരം എന്ന് പറയുന്നത് അസ്വലാത്തു മുനാജാത്തു റബ്ബിൽ ആലമീൻ, അള്ളാഹുവുമായിട്ടുള്ള ഒരു അഭിമുഖമാണ്. വളരെ ബറക്കത്തുള്ളൊരു കാര്യമാണ്. ഒരുപാട് വേദനകൾക്ക് പരിഹാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് വയറുവേദന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഉളു ഉണ്ടെങ്കിൽ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ പറയാണ്, നിസ്കാരം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിൻ്റെ വേദന പോയി എന്നാണ്. അപ്പോൾ അത്രത്തോളം മനോഹരമാണ്, മഹത്തരമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൈകൊണ്ട് തൻ്റെ നെറ്റിത്തടവും മുഖവും ഇങ്ങനെ തടകിയിട്ടുണ്ട് എന്ന് ഹദീസിലുണ്ട്. അത് കണ്ടിട്ടാണ്, അതേ ചര്യയാണ് ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ തടവുക. നല്ലതാണ് കൈകൊണ്ട് ഇങ്ങനെ മുഖം തടവുക. പിന്നെ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തുൽ ഫലക്ക് ഇങ്ങനെ ഓതി, കയ്യിലൂതി ആയത്തുൽ കുർസി ഇങ്ങനെ ഓതിയിട്ട് ശരീരത്തിൽ ഇങ്ങനെ തടവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ മുഖം തടകുന്നത്, നെറ്റി തടവുന്നത് കൊണ്ട് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നെറ്റിത്തടം തടകിയിട്ടുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കൽ സുന്നത്താണ് എന്ന് പറയുന്നു. അത് ശരിയാണോ? ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഇത് എഴുതി അയച്ച് ചോദിച്ചത് ഫൈസൽ ഖാനാണ്, കൊണ്ടോട്ടിയിൽ നിന്നും. വെള്ളം കുടിക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട്. വെള്ളത്തിലേക്ക് നോക്കുക, വലത്തെ കൈ കൊണ്ടായിരിക്കുക, നിർത്തി കുടിക്കുക, വെള്ളത്തിൽ ഊതാതിരിക്കുക, ഇരുന്നു കൊണ്ടായിരിക്കുക, ബിസ്മി പറയുക, വെള്ളം കുടിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയുക. ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങൾ സുന്നത്തുകൾ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളത്തിലേക്ക് നോക്കുക എന്നത്. അതൊരു സുന്നത്താണ്, അതിന് പ്രതിഫലമുണ്ട്, അതൊരു വലിയ നിഅമത്ത് കൂടിയാണ്. കാരണം എന്തിനാണ് നോക്കുകയെന്ന് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് ചെയ്തൊരു നിഅമത്തല്ലേ, അള്ളാഹു നമുക്ക് ചെയ്തൊരു വലിയ അനുഗ്രഹമാണ് വെള്ളം. വെള്ളമില്ലാതെ വരുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വെള്ളമില്ലാതെ വരുന്നൊരവസ്ഥയെക്കുറിച്ച് ഇബ്രാഹിമിന് തങ്ങളോട് അദ്ദേഹത്തിൻ്റെ മന്ത്രി ചോദിച്ചതാണ്, നിങ്ങൾക്ക് ലോകത്തെങ്ങും വെള്ളമില്ല എന്ന് വെക്കുക, സമുദ്രമില്ല, പുഴയില്ല, കടലില്ല, കുളമില്ല, കിണറില്ല, ഒന്നുമില്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം ദാഹിച്ചു തൊണ്ട വരണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൊണ്ടുവരികയാണ്. 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ രാജ്യം മുഴുവനും നിങ്ങൾ എനിക്ക് എഴുതി തന്നാൽ ഈ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ ആ രാജ്യം നിങ്ങൾ എനിക്ക് എഴുതി തരുമോ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജ്യം മുഴുവൻ ഞാൻ എഴുതി തരും. തൊണ്ട വരണ്ടുണങ്ങി നിൽക്കുന്ന, ലോകത്തെങ്ങും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാത്ത സമയത്ത് ഈ 1/2 ഗ്ലാസ് വെള്ളത്തിന് വരെ ഞാൻ തരും. തീർച്ചയായിട്ടും ചെയ്യും. ഇബ്രാഹിമിന് അല്ല, ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും ചെയ്തു പോകും. അപ്പോൾ ഈ മന്ത്രി അങ്ങോട്ട് ചോദിച്ചതാണ്, ഒന്നും നിങ്ങളോട് അള്ളാഹു പകരം ചോദിക്കാതെ ഇപ്പോൾ സുഭിക്ഷമായ വെള്ളം തരുന്നുണ്ടല്ലോ,
അതിന് പകരം നമ്മൾ എന്താണ് അള്ളാഹു കൊടുക്കുക? അപ്പോൾ ആ വെള്ളത്തിലേക്ക് നോക്കൽ, അള്ളാഹു ചെയ്തിരിക്കുന്നൊരു നിഅമത്ത്, അതിലേക്ക് നോക്കൽ സുന്നത്താണ്. എത്രയോ നന്മ. ആഹാരം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമുക്ക് എത്ര സുന്നത്തിൻ്റെ കൂലിയാണ് കിട്ടുക. ഇനിയെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ഈ കോവിഡ് കാലത്തും കല്യാണ സ്ഥലങ്ങളിൽ നിന്നും ബാക്കിയാകുന്ന ആഹാരം കുഴിച്ചു മൂടുന്നത് കാണുന്നു. ഇതിനെതിരെ അൽ ജവാബിലെങ്കിലും ഒന്ന് പ്രതികരിച്ചുകൂടെ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് റഫീഖ ഹസനാണ്, കുറ്റിച്ചൽ നിന്നും. വളരെയേറെ സങ്കടമുള്ള കാര്യമാണ്, വളരെയേറെ നൊമ്പരമുള്ള കാര്യമാണ്. ഇപ്പോഴും, അതായത് എത്രയോ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു പലർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും പാഠം പഠിക്കാത്ത ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. മോളെ കല്യാണം നടത്തുന്നു, എന്നിട്ട് ആ കല്യാണത്തിൻ്റെ പേരിനും പെരുമയ്ക്കും വേണ്ടി കുറേയേറെ ആഹാരം എല്ലാവരോടും പറഞ്ഞു, ഞാൻ 20 ചെമ്പാണ് വെച്ചത്, അങ്ങനത്തെ ഫുഡാണ്, ഇങ്ങനത്തെ ഫുഡാണ്, നിന്ന് കഴിക്കാൻ, കിടന്ന് കഴിക്കും, ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കി വരുന്നതൊക്കെ കൊണ്ടൊരു വലിയ കുഴിയെടുത്തിട്ട് കുഴിച്ചിടുകയാണ്. ആഹാരം കിട്ടാതെ മരണപ്പെട്ടു പോകുന്നവർ നമുക്കിടയിലുണ്ട്. പണത്തിൻ്റെ ഗമ കാണിക്കാനുള്ള, ഗർവ് കാണിക്കാനുള്ളൊരു സ്ഥലമാണ് കല്യാണം എന്ന് പലരും കരുതി പോയിട്ടുണ്ട്. കല്യാണത്തിന് നമുക്ക് അതുകൊണ്ട് എന്താണ് കിട്ടുക? നിങ്ങളിപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി കല്യാണം നടത്തി കുറഞ്ഞ പൈസ മുടക്കി എന്താണ് കിട്ടുക? കുറച്ച് ആൾക്കാർ വന്ന് പറയാം, അവൻ്റെ അഹങ്കാരം കാണിച്ചു, ഇങ്ങനെ തന്നെ പറയുള്ളൂ. അല്ലാതെ സൂപ്പർ ഫുഡായിരുന്നു, നല്ല കല്യാണം, അങ്ങനെയൊന്നും ആരും പറയില്ല. ഇപ്പോൾ അവൻ കുറേ പണം കൊണ്ട് നല്ലതുപോലെ കഴിച്ചിട്ട് എന്താണ് പറയുക, അവൻ കുറേ പണം കൊണ്ടുവന്ന് കുറേ വെകളി ഇങ്ങനെ കാണിച്ചു, കുറേ ആൾക്കാർ പോയി കണ്ടു, അതൊക്കെ തന്നെ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോവും. എന്തിനാണ് നമ്മൾ ഇതിന് നിൽക്കുക? ആ പണം കൊണ്ട് എത്രയ്ക്കോ നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ആഹാരം, കല്യാണത്തിന് ബാക്കി വരുന്ന ചെമ്പ് കൊണ്ടുപോയി കുഴിച്ചിടുന്നത് മാത്രമല്ല ഈ പറയുന്നത്. നമ്മുടെ വീട്ടിൽ നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു തരി ആഹാരം നിലത്ത് വീണാൽ അതിനു പോലും അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ സമാധാനം പറയണം. കല്യാണ വീട്ടിലെ കാര്യം മാത്രമല്ല, ഒരു ചെമ്പിൻ്റെത് പോട്ടെ, ഒരു തരി ആഹാരം പോലും വീട്ടിൽ നമ്മൾ നിലത്തിട്ടാൽ, എച്ചിലെന്ന് പറഞ്ഞ് നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അള്ളാഹുവിനോട് സമാധാനം പറയണം. വളരെയേറെ ശ്രദ്ധിക്കണം, വളരെയേറെ ഗൗരവമുള്ളതാണ്. ഭക്ഷണത്തിന് വില കൽപ്പിക്കുന്ന കാലം വരാൻ പോവാണ്. മക്കൾക്കും കുടുംബത്തിനും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു തരി ആഹാരം നശിപ്പിക്കാതെ, പാഴാക്കാതെ അത് കഴിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.